പാഠം 730. പേടിക്കാൻ ഓരോ കാരണങ്ങൾ. ഹലോ, ആ വിദ്യ. ഞാൻ നിന്നെ വിളിച്ചാലെന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ആകെപ്പാടൊരു ടെൻഷനാ. മണി 9 കഴിഞ്ഞിട്ടേ മിക്കവാറും ലിസ്റ്റ് വെബ്സൈറ്റ് വന്നിട്ടുണ്ടാവും. നിന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ലേ? ഒന്ന് നീ നോക്കണേ. ആ, ഞാൻ മൊബൈലിൽ നോക്കിക്കോളാം. പക്ഷെ മൊബൈൽ ഭയങ്കര സ്ലോവാ. ആ ശരി, എന്തേലും വിവരം കിട്ടിയെന്ന് അറിയിക്കണേ. ആ എന്താണ് രാവിലെ വലിയ ആലോചനയിലാണല്ലോ? മജിസ്ട്രേറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് രാവിലെ വെബ്സൈറ്റിൽ ഉണ്ടാവുമെന്നാ പറഞ്ഞത്. 9 മണി കഴിഞ്ഞല്ലേ ഇപ്പോ. എന്റെ പേരുണ്ടാവോ എന്തോ. എന്താ ചിരിക്കണേ? പരീക്ഷ മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുക്കാനായിരുന്നോ അതോ മജിസ്ട്രേറ്റ് കോടതിയിലെ പ്യൂണിനെ തിരഞ്ഞെടുക്കാനായിരുന്നോ? മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുക്കാൻ. അപ്പൊ പിന്നെ നീ എന്തിനാ വേവലാതി ഇവിടുന്ന്? എന്തായാലും നീ ജയിക്കില്ല. മജിസ്ട്രേറ്റ് ആകാനോ? നീയോ? അയ്യോ, മജിസ്ട്രേറ്റ്. ആ, മജിസ്ട്രേറ്റ് വന്നല്ലോ. എന്താണ് ചിരിച്ചിട്ടിങ്ങ് പോകുന്നത്? ഞാൻ മജിസ്ട്രേറ്റ് അല്ലേ, എന്താ കുഴപ്പം? ഭാമേ, നീ എങ്ങനെയാ LLB ജയിച്ച് ഒരു വക്കീലായി എന്ന അത്ഭുതം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. അപ്പോഴാ നീ മജിസ്ട്രേറ്റ് പരീക്ഷ ജയിക്കാൻ പോകുന്നത്. ഇന്ന് റിസൾട്ട് വരുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. മജിസ്ട്രേറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തും പരീക്ഷ എഴുതാൻ പോയ സമയത്തും ഞാൻ നിന്നോട് പറഞ്ഞതാ, ഭാമേ വെറുതെ സമയം കളയല്ലേ എന്ന്. നീ കേട്ടോ? ഇല്ല. എന്നെ തോൽപ്പിക്കാനായി പോയി പരീക്ഷ എഴുതി. അതുകൊണ്ട് ഒരു കാര്യമില്ല. അത് നമുക്ക് കാണാം മോഹനേട്ടാ. സദാനന്ദ സാറും വിദ്യാലക്ഷ്മിയൊക്കെ പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും ജയിക്കുന്ന. ഇന്നലെ വക്കീലാഫീസ് വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് സദാനന്ദ സാറ് പറയുക, നമ്മുടെ സത്യഭാമ ഭാവിയിലെ മജിസ്ട്രേറ്റ് ആണ്, എല്ലാവരും ആ ബഹുമാനം അവരോട് കാണിക്കണമെന്ന്. സദാനന്ദ വക്കീല് നാവെടുത്ത നുണ മാത്രമേ പറയൂന്ന് നിനക്കും അറിയാലോ. ഭാമേ, ആളുകൾ വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കും. അതൊന്നും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. മോഹനേട്ടൻ സൂക്കടാണെന്ന് എനിക്കറിയാം. ഞാൻ പരീക്ഷ ജയിച്ച് മജിസ്ട്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ ഈ നാട്ടിലുള്ള വില മുഴുവൻ പോവൂലോ. ഒരു വില്ലേജ് ഓഫീസറെ കാട്ടിലെ ഏത് കണക്കിനും വലുത് മജിസ്ട്രേറ്റ് ആണ്. എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും എന്നെ ഈ പരീക്ഷ ഒന്ന് ജയിപ്പിച്ചേക്കണേ. അങ്ങനെ ജയിച്ച് മജിസ്ട്രേറ്റ് ആയിട്ട് വേണം എന്റെ ഈ മഹാനായ വില്ലേജ് ഓഫീസറെ കൊണ്ട് മൂക്കൊടിക്ഷ അവതരിപ്പിക്കാൻ. ഇപ്പൊ കാണിക്കുന്ന വേഷക്കെട്ടൊക്കെ അന്ന് കാണിക്കുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ മജിസ്ട്രേറ്റ് ആയ പിന്നെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രം നടക്കും. സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി എന്തും കയറി അങ്ങ് കണ്ടു കളയരുത്. നീ മജിസ്ട്രേറ്റ് ആയി പിന്നെ ഈ നാട്ടിൽ ആർക്കാ മജിസ്ട്രേറ്റ് ആകാൻ പറ്റാത്തത്? മോനോട്ട് നോക്കിയോ, ഞാൻ പരീക്ഷ ജയിക്കുകയും ചെയ്യും, മജിസ്ട്രേറ്റ് ആവുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കേസിന്റെ പേരിൽ മോഹനേട്ടനെ എന്റെ കയ്യിൽ കോടതി കിട്ടും. അന്ന് ഞാൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കോടതിയിൽ വെച്ച് കാണാം. ഇപ്പൊ എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. അല്ലാതെ മജിസ്ട്രേറ്റ് ആകുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന കേസില്ല വയ്ക്കോലല്ല ഞാൻ. പോയിട്ട് വരട്ടെ മജിസ്ട്രേറ്റ്. താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള റിപ്പോർട്ട് ശരിയാക്കിയോ കാഞ്ഞ സാറേ? മോഹനേഷ് സാർ വരുമ്പോ റിപ്പോർട്ട് ശരിയാക്കില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. ഒന്നും പറയണ്ടെന്റെ പ്രഭേ, ഇന്നലെ രാത്രി 1:30 മണി വരെ ഇരുന്ന് ഈ റിപ്പോർട്ട് പൂർത്തിയാക്കിയത്. രാത്രിയിൽ ആഫീസ് ജോലി ചെയ്യുന്നു പറഞ്ഞ് പ്രഹ്ലാദൻ ചേട്ടൻ ഇനി പറയാനൊന്നുമില്ല. ഒക്കെ മോഹനേഷ് സാറിന്റെ കുഴപ്പം. റിപ്പോർട്ടിന്റെ കാര്യം തഹസിൽദാർ പറഞ്ഞപ്പോ ഒരാഴ്ചത്തെ സമയം ചോദിക്കായിരുന്നു. അതിന് പകരം മോഹനേഷ് സാർ എന്താ ചെയ്തത്? 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ശരിയാക്കി തരാന്ന് തഹസിൽദാർക്ക് ഉറപ്പ് കൊടുത്തു. എന്തൊരു ദ്രോഹം ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. മോഹനേഷ് സാറിന് എന്തുറപ്പും പറയാലോ, ജോലി ചെയ്യുന്നത് നമ്മളല്ലേ. നമ്മൾ പകലും രാത്രിയും കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കുന്ന റിപ്പോർട്ട് തഹസിൽദാർക്ക് കൊണ്ടുകൊടുത്ത് മോഹനേഷ് സാറിന് ആളാവുകയും ചെയ്യാം. എന്ത് ചെയ്യാനാ, സർക്കാർ ഉദ്യോഗസ്ഥരായി പോയില്ലേ, എല്ലാം സഹിക്കുക.
എന്റെ ഈശ്വര, ഈ ക്ലർക്ക് പണിന്ന് എന്നാണെന്തോ ഒരു പ്രമോഷൻ കിട്ടുന്നത്. അതൊന്നും ഉടനെ ഉണ്ടാവില്ല. നമ്മളെ പോലുള്ളവർക്ക് മൗനേഷ് സാറിന്റെ വഴക്കും ചീത്തയും കേൾക്കാനാ വിധി. സാറേ, കാഞ്ചന സാറേ, ഒരു വിവരം അറിഞ്ഞ? എന്താ ശിശുപാലൻ ചേട്ടാ? മോനേഷ് സാർ വന്നില്ലല്ലോ. ഇല്ല, വന്നില്ല. ആ, ഒരു ഉഗ്രം വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞാലേ നിങ്ങൾ ഞെട്ടും. ശിശുപാലൻ ചേട്ടൻ കാര്യം പറയും. സംഭവം അറിഞ്ഞപ്പോഴേ എന്റെ കണ്ണു തള്ളിപ്പോയി. ഇനി എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കറിയാം? കാര്യം പറയും ശിശുപാലൻ ചേട്ടാ. ആ, എന്താ ഇവിടെ? രാവിലെ ജോലി ചെയ്യാതെ വട്ടം കൂടിയിരുന്ന് വർത്താനം പറയാനാണോ ഇവിടേക്ക് വരുന്നത്? അല്ല സാർ, ഒരു സന്തോഷ വർത്താനം കേട്ടപ്പോ അത് ഇവരോട് പറയുകയായിരുന്നു. എന്ത് സന്തോഷ വാർത്ത? സാർ അറിഞ്ഞ വാർത്ത തന്നെയാ, വക്കീലിന്റെ കാര്യം. ഇനിയിപ്പോ ഞാൻ പറയുന്നതിനേക്കാൾ നല്ല സാറ് പറയുന്നല്ലേ. വക്കീലിന്റെ കാര്യം? സാറിന്റെ വക്കീല് മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായ കാര്യം. നേരാണോ ശിശുപാലൻ ചേട്ടാ? ഇന്ന് രാവിലെ വെബ്സൈറ്റിൽ പേര് വന്നിട്ടുണ്ട്. മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായ 30 പേരില് ഒരാള് സാറിന്റെ വക്കീല. അല്ലേ സാറേ? ശിശുപാലനോട് ആര് പറഞ്ഞു? അഡ്വക്കേറ്റ് ശിവപ്രസാദ് സാറിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. പുള്ളിക്കാരനെ ടെസ്റ്റ് എഴുതിയിരുന്നല്ലോ, പക്ഷെ ജയിച്ചില്ല. ഇവിടുന്ന് പരീക്ഷ എഴുതിയതിൽ സത്യഭാമ വക്കീൽ മാത്രമേ പാസ്സായിരുന്നാ സാറ് പറഞ്ഞ്. എന്തായാലും സാറിന് കോളടിച്ചല്ലോ. ഇനിയിപ്പോ വക്കീൽ ആരാ പുള്ളി? നമുക്കൊക്കെ ഏതായാലും സന്തോഷിക്കാൻ ഒരു വകയായി. അതെ അതെ. ശരിക്കും സാറ് ചെലവ് ചെയ്യേണ്ടതാ. പക്ഷെ അതൊക്കെ സാറിനോട് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ട് എന്തായി? തീർത്തു സാർ. ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ പറഞ്ഞ ജോലിയൊക്കെ തീർത്തു വെച്ചേക്കണം. അല്ലാതെ വക്കീലിന്റെ മജിസ്ട്രേറ്റിന്റെ കാര്യം പറഞ്ഞ സമയം കളഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇതെന്തൊരു സ്വഭാവോ ശിശുപാലൻ ചേട്ടാ? ഇത്രയും സന്തോഷമുള്ള വാർത്ത കേട്ടിട്ട് സാറിന് ഒരു സന്തോഷവും ഇല്ല. ഉള്ളിൽ സന്തോഷം ഉണ്ടാവും, പക്ഷേ പുറത്ത് കാണിക്കില്ല. കാണിച്ച നമുക്ക് ചെലവ് ചെയ്യണ്ടേ? അത് ശരിയാ, സന്തോഷം പ്രകടിപ്പിക്കാനൊന്നും സാറിന് അറിയില്ല. ഹലോ. ആ മോനടാ, ഞാനാ. എന്താ? അതെ, പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചു. പുതിയ മജിസ്ട്രേറ്റുമാരുടെ ലിസ്റ്റ് ഞാനും ഉണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാ മതിയോ? ഇന്നൊരു ദിവസം ലീവ് എടുത്ത് മോനിട്ടിങ് വാ, നമുക്ക് പുറത്തൊക്കെ പോവാം. ഇന്നത്തെ മുഴുവൻ ചെലവും എന്റെ വക. അങ്ങനെ തോന്നുമ്പോൾ ലീവ് എടുക്കാൻ ഞാൻ പെട്ടിക്ക് നടത്താല്ല. ഇവിടെ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാ. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഇന്നൊരു ദിവസത്തേക്കല്ലേ ഉള്ളു മോനേട്ടാ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാ. പക്ഷെ വീട്ടിലേക്കല്ല, താലൂക്ക് ഓഫീസിലേക്കാ. എനിക്ക് 11 തഹസിൽദാർ കാണണം. ഹലോ, അതെ തുമ്മനാണ്. ആ പ്രഭാര സാറാ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങൾ? കുറെ നാളായല്ലോ വിളിച്ചിട്ട്. സാറെവിടെ? അതെ അതെ, അത് കൊള്ളാം. അയ്യോ, അതെങ്ങനെ അറിഞ്ഞ്? സംഭവം സത്യമാണ്. വക്കീൽ മജിസ്ട്രേറ്റ് തന്നെയാണ്. അയ്യോയ്യോ, എനിക്കെന്താന്ന് ഗുണം? എനിക്ക് വക്കീലിന്റെ പരിചയം ഉണ്ടെന്നുള്ള കാര്യം നേരാണ്. അത്രേ ഉള്ളൂ. അതെ അതെ അതെ, മോഹനേട് സാറല്ലേ ഇത്? പ്രഭാര സാറേ, ഞാൻ ഇപ്പൊ തിരിച്ചങ്ങോട്ട് വിളിക്കാമേ. ഓ ശരി 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 ശരി. ആ ശരി. നമസ്കാരമുണ്ട് സാർ. ഇതെന്താണ് സാർ ഈ നേരത്ത്? എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഉത്തമനം കൊണ്ടാ ഞാൻ കൃഷി ഓഫീസ് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് സാറേ. ഇവിടെ വന്നപ്പോ ASI പ്രഭാര സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. വക്കീല് മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സായത് അറിഞ്ഞ് എന്നെ വിളിച്ചതാ.
എന്തായാലും വക്കീല് കലക്കി സാറേ. ഇനി അങ്ങോട്ട് വക്കീലിന് ശുക്രദശയല്ലേ? ശ്ശോ, ഒരു മജിസ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ ആരാ? നാട്ടുകാര് മുഴുവൻ ബഹുമാനിക്കൂലേ? പോലീസുകാർ നിരന്ന് ഇങ്ങനെ സല്യൂട്ട് അടിക്കും. ഈ നാട്ടിൽ ഇത്ര ഉയർന്ന സ്ഥാനത്ത് വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അത്ര വലിയ സാധനമൊന്നുമല്ലല്ലോ. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗം. അതെന്തോന്ന് വർത്താനമാണ് സാറേ? സാർ ഇപ്പോഴൊരു വില്ലേജ് ഓഫീസർ അല്ലേ? സാറിനോട് കോടതിയിൽ ഹാജരാവാൻ മജിസ്ട്രേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ കേൾക്കേണ്ടി വരൂലേ? തിരിച്ചൊരു മജിസ്ട്രേറ്റിനെ വില്ലേജ് ഓഫീസിൽ വരുത്താൻ സാറിനെ കൊണ്ട് പറ്റുമോ? ആ വില്ലേജ് ഓഫീസറെ വിട്. സാക്ഷാൽ റവന്യൂ മന്ത്രിയെ വേണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ വിളിച്ചു വരുത്താൻ മജിസ്ട്രേറ്റിനെ കൊണ്ട് പറ്റും. അതിനുള്ള അധികാരം ഉണ്ടല്ലോ. പരീക്ഷ പാസ്സായില്ലുള്ളൂ, നിയമിച്ചിട്ടൊന്നുമില്ലല്ലോ. പരീക്ഷ പാസ്സാവുന്നതാണല്ലോ സാറെ പ്രധാനപ്പെട്ട കാര്യം. അത് നടന്നല്ലോ. കുറച്ച് കഴിയുമ്പോ ഞാൻ വക്കീലിനെ കാണാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സംഭവത്തിന് ചെലവ് ചെയ്തേ പറ്റൂ. സാറിനെയും വക്കീലിനെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഹലോ, അതെ ഉത്തമനാണ്. ഓ രാധാകൃഷ്ണൻ സാറാ? സംഭവം സത്യം തന്നെ. സത്യഭാമ വക്കീൽ മജിസ്ട്രേറ്റായി. അതെ 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 അതെ. മോനെ സാറാ? ഇല്ലില്ല, സാറിന്റെ പ്രൊമോഷൻ ഇതുവരെ ഒന്നും ആയില്ലല്ലോ. സാർ ഇപ്പോഴും വില്ലേജ് ഓഫീസർ തന്നെ. ആ അതെ അതെ അതെ. എന്താ ചെലവ് ചെയ്യാൻ ഞാനല്ലല്ലോ മജിസ്ട്രേറ്റ് ആയത്. എന്ത് സാറേ? ഓക്കെ ഓക്കെ അറിയാം. ഓക്കെ. ആ സാറെവിടെ? ഇത്ര പെട്ടെന്ന് അങ്ങ് എത്തിയ? എന്തൊക്കെ പറഞ്ഞാലും മോഹനേഷ് സാറിന്റെ വക്കീല് ഭാഗ്യം ചെയ്ത കക്ഷിയാ. ഇത്രയും ചെറിയ പ്രായത്തിലെ മജിസ്ട്രേറ്റ് ആവുമെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അത് വാസ്തവാ. ഇനി സത്യഭാമ വക്കീലിന്റെ സമയോ. ഒരു മജിസ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ഇതിനൊക്കെയാ യോഗം എന്നൊക്കെ പറയുന്നത്. എന്റെ കാഞ്ഞൽ സാറേ, അങ്ങനെ യോഗം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. വക്കീൽ ഉറക്കമൊഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയത് കൊണ്ടല്ലേ മജിസ്ട്രേറ്റ് ആയത്. 10,000 വക്കീലന്മാരാ പരീക്ഷ എഴുതിയത്. പക്ഷേ വക്കീൽ ഉൾപ്പെടെ ജയിച്ചതോ 30 പേരാ. മജിസ്ട്രേറ്റ് ആയിക്കഴിഞ്ഞുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാ നോക്കിക്കേ. സർക്കാർ വണ്ടി, ഡ്രൈവർ, അതുകൂടാഞ്ഞ് പോലീസ് കാവലും. വഴിയിൽ എവിടെ കണ്ടാലും DGP പോലും സല്യൂട്ട് അടിക്കും. ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടാൻ പോലും അധികാരമുണ്ട് മജിസ്ട്രേറ്റിന്. അതാലോചിക്കുമ്പോ മോഹനേഷ് സാറിന്റെ കാര്യമോ കഷ്ടത്തിലാവുന്നേ. അധികാരത്തിൽ മജിസ്ട്രേറ്റുകാര്, ഈ വില്ലേജ് ഓഫീസറാര്. വേണ്ടി വന്ന വില്ലേജ് ഓഫീസറെ പിടിച്ചു നിർത്തി മജിസ്ട്രേറ്റിന് വിരട്ടാൻ പോലും പറ്റും. ആ പഴയതുപോലെ ബാമേ ബാമേന്ന് വിളിച്ച് നടന്നാലേ മോഹനേഷ് സാറ് വിവരം അറിയും. പിന്നല്ലാതെ. പിന്നെ പുറത്ത് വെച്ച് ഭാര്യയെ മാഡം എന്ന് സാറ് വിളിക്കുന്ന ഒന്ന് സങ്കല്പിച്ച് നോക്കി. അത് മാത്രമല്ലല്ലോ കാഞ്ചന സാറേ, ഇത്രയും കാലം വില്ലേജ് ഓഫീസർ K. മോഹനേഷന്റെ ഭാര്യ എന്നാണല്ലോ വക്കീൽ അറിയപ്പെട്ടിരുന്നത്. ഇനിയോ നമ്മുടെ മജിസ്ട്രേറ്റ് സത്യഭാമയുടെ ഭർത്താവാ ദാ പോകുന്നതെന്ന്. അങ്ങേർക്ക് വില്ലേജ് ഓഫീസിലാ ജോലി എന്ന് ആൾക്കാര് പറയും. അല്ല സാർ, ഞങ്ങള് വെറുതെ ഓരോന്ന് പറഞ്ഞേ ഉള്ളൂ. വക്കീല് സാറ് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അതെ അതെ. അല്ലെങ്കിലും സാറും വക്കീലും തമ്മിൽ ഭയങ്കര സ്നേഹമല്ലേ? അപ്പൊ പിന്നെ വക്കീലായാലെന്ത് മജിസ്ട്രേറ്റ് ആയാലെന്ത്. അപ്പോ സാറിന്റെ ഭാര്യയാണല്ലോ. അത് ശരിയാ. എന്തൊക്കെയായാലും ഭർത്താവ് തന്നെയാണല്ലോ വലിയ ആള്. അതുകൊണ്ട് വക്കീല് മജിസ്ട്രേറ്റ് എന്നല്ല, ഹൈക്കോടതി ജഡ്ജി ആയാലും സാറിനോട് ധിക്കാരം കാണിക്കില്ല. കേട്ടെന്നാ തോന്നുന്നേ. നമ്മള് പറഞ്ഞത് മുഴുവനും കേട്ടു. ഇനിയിപ്പോ അതിന്റെ ദേഷ്യം നമ്മളോടാവും. അതിനിപ്പം വക്കീലെ മജിസ്ട്രേറ്റ് ആക്കിയ നമ്മളൊന്നുമല്ലല്ലോ. നമ്മളെന്ത് കഴിച്ചു?
സൂക്കണമെന്ന് എനിക്കറിയാം. ഞാൻ പരീക്ഷ ജയിച്ച് മജിസ്ട്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ ഈ നാട്ടിലുള്ള വില മുഴുവൻ പോവൂലോ. ഒരു വില്ലേജ് ഓഫീസറെ കാട്ടിൽ ഏത് കണക്കിനും വലുത് മജിസ്ട്രേറ്റ് ആണ്. എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും എന്നെ ഈ പരീക്ഷ ഒന്ന് ജയിച്ചേക്കണം. അങ്ങനെ ജയിച്ച് മജിസ്ട്രേറ്റ് ആയിട്ട് വേണം എന്റെ ഈ മഹാനായ വില്ലേജ് ഓഫീസറെ കൊണ്ട് മൂക്കൊടിക്ഷ അവരിപ്പിക്കാൻ. ഈശ്വര, ഇനി അവൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താ വേണ്ടെന്ന് മേഡം പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ആദ്യം ഈ പഴഞ്ചൻ വീടൊന്നും മാറണം. ഈ ആഴ്ച തന്നെ പുതിയ വീട് എനിക്ക് കിട്ടണം. പിന്നെന്തൊക്കെയാ വേണ്ടെന്ന് ഞാൻ വഴി അറിയിച്ചോളാം. ശരി മേഡം, അപ്പൊ ഞങ്ങൾ പോയിട്ട് നാളെ വരാം. ശരി. ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. നമസ്കാരം. നമസ്കാരം. സത്യഭാമ മേഡം വിളിച്ചിട്ട് വന്നതാ. അല്ല, എത്രയും പെട്ടെന്ന് ഒരു പുതിയ വീട്ടിലേക്ക് മാറണമെന്ന് മേഡം പറഞ്ഞു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. മേഡം ഇപ്പോ പഴയതുപോലെ ഒരു സാധാ വക്കീലല്ലല്ലോ, മജിസ്ട്രേറ്റ് അല്ലേ. എല്ലാം ഈ ആഴ്ച ശരിയാക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ, പോയിട്ട് തിരി തിരക്കൊണ്ടേ. ആളെ മനസ്സിലായില്ലേ? മേഡത്തിന്റെ ഭർത്താവാ, വില്ലേജ് ഓഫീസറാ. എന്താ നിന്റെ ഉദ്ദേശം? എന്താണ്? വീട് മാറാൻ നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ? സി മോഹനേട്ടാ, പഴയതുപോലെ എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഞാൻ പഴയ വക്കീലല്ല, ഞാനൊരു മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ്. എനിക്ക് ഈ പഴഞ്ചൻ വീട്ടിൽ താമസിക്കേണ്ട ഒരു കാര്യമില്ല. കേരള സർക്കാർ എനിക്ക് നല്ല ഒന്നാന്തരം വീട് വാടകയ്ക്ക് എടുത്ത് തരും. അത് കയ്യിൽ വെച്ചാൽ മതി. ഏത് മനുഷ്യരായാലും നീ എന്റെ ഭാര്യ. ഭാര്യ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കണം. അത് മോഹനേട്ടൻ പള്ളി പോയി പറഞ്ഞാൽ മതി. ഒരാഴ്ചക്കകം പുതിയ വീട് എടുത്ത് തരാന്ന് ശശി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ട്. ഒരു TV ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു വീട് ഇതായിപ്പോയല്ലോ. TV വാങ്ങണം, പുതിയ അടുക്കള സാധനങ്ങളൊക്കെ വാങ്ങണം, വാഷിംഗ് മെഷീൻ വാങ്ങണം, പിന്നെ ലോൺ എടുത്ത് ഒരു പുതിയ കാർ വാങ്ങണം. നടന്നേ പറ്റൂ മോഹനേട്ടാ. കാര്യം പറഞ്ഞാൽ സർക്കാർ എനിക്ക് കാർ തരും. പക്ഷെ അത് പോരല്ലോ. സ്വന്തമായിട്ടൊരു കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടല്ലേ? എനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ല. മോഹനേട്ടാ പഴയതുപോലെയല്ല. എന്നോട് ദേഷ്യപ്പെടുകയോ തർക്കിക്കാൻ വരികയോ ചെയ്താൽ മോഹനേട്ടൻ അകത്തു പോകും. ഒരു മജിസ്ട്രേറ്റിനോട് ദേഷ്യപ്പെട്ടാൽ അത് കോടതി അലക്ഷ്യമാണ്. കോടതി അലക്ഷ്യം. മജിസ്ട്രേറ്റ് ഇരിക്കുന്നിടം കോടതി എന്നാണ് ചട്ടം. ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കോടതി. അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിൽ അതാണ് കോടതി. മേലിൽ എന്റെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ പോലീസിനെ വിളിക്കും. മജിസ്ട്രേറ്റ് പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. പിന്നെ രാവിലെ ചായ ഉണ്ടാക്കാനും അടുക്കളപ്പണി ചെയ്യാനും ഷർട്ടുമുണ്ടും അലക്കാനും തേക്കാനുമെല്ലാം വേറെ ആളെ അന്വേഷിച്ചോളണം. എന്റെ അടുത്ത് പഴയ വേഷങ്കെട്ടലുമായി വന്നിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. പൊയ്ക്കോളൂ, എനിക്കെന്താണ്? നിന്റെ ഇഷ്ടംപോലെ ജീവിക്കാനാണെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നീ മനുഷ്യരല്ല, സുപ്രീം കോടതി ജഡ്ജി ആയാലും എനിക്ക് പ്രശ്നമല്ല. ഞാനിത് എവിടെയാ? ഇതൊക്കെ സ്വപ്നമായിരുന്നു. ഹലോ, അതെ, അതുകൊണ്ട് കൊടുക്കാം. വരുന്നു മോനട്ടാ. ആരാ മോനട്ടാ? വിജയലക്ഷ്മി. ഹലോ. നീ എന്താ രാവിലെ? ഓ, രാവിലെയോ?
അത് ശരി. എന്നിട്ട് എനിക്കറിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതുവല്ലം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വെറുതെ എക്സാം എഴുതിയെന്ന് മാത്രം. ഞാൻ രാവിലെ കുറച്ച് തിരക്കില്ല. ബാക്കി എല്ലാം വക്കീൽ ഓഫീസിൽ വന്നിട്ട്. ശരി. ഇതെന്തൊരു ഉറക്കായിരുന്നു സാറേ. ഞാൻ രാവിലെ 2 പ്രാവശ്യം വന്ന് വിളിച്ചു. ആ മോനോട് ഇങ്ങോട്ട് തിരിഞ്ഞു വിടുന്നു. ഓഫീസിലൊന്നും പോണില്ലേ? ആ, ഞാൻ മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതിരുന്നല്ലോ. അതിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. വെബ്സൈറ്റിലുണ്ടെന്ന്. വിദ്യയുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് അവളത് നോക്കി. എന്നിട്ടെന്താ? ഞാൻ തോറ്റു. അല്ലേ, എനിക്ക് അതിൽ വല്ല താല്പര്യം ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ലേ? വക്കീലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കേസുകൾ വാദിച്ച പോരെ. സദാനന്ദൻ സാർ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. അല്ലെങ്കിലും ഞാൻ അങ്ങനെ മജിസ്ട്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്ഥലമാറ്റം കിട്ടി ഞാൻ വേറെ ഏതൊരു സ്ഥലത്ത് പോവില്ലേ? അപ്പൊ എന്റെ ഈ ഷാറിന്റെ കാര്യം നോക്കാൻ വേറെ ആരാ ഉള്ളത്? അയ്യടാ, ഞാനിവിടെയുള്ള സാറിന്റെ കാര്യം നല്ല രസമായിരിക്കും. നമുക്കൊന്നും പറ്റില്ലേ. ഇങ്ങനെ വില്ലേജ് ഓഫീസറും വക്കീലുമായി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്കിങ്ങനെ കഴിയാം. അതല്ലേ നല്ലത്? പിന്നല്ലാതെ. ഭാര്യ തന്നെക്കാൾ പ്രശസ്തയാവുന്നതും തന്നെക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തുന്നതും മിക്കവാറും ഭർത്താക്കന്മാർക്ക് സഹിക്കില്ല. മോഹനകൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിൽ ആ പേടി കുറച്ച് കൂടുതലുമാണ്. എന്തായാലും സത്യഭാമ മജിസ്ട്രേറ്റ് ആവുന്നതോടെ തന്റെ കാര്യം പോക്കാവും എന്ന വില്ലേജ് ഓഫീസറുടെ പേടിക്ക് തൽക്കാലത്തേക്ക് പ്രസക്തിയില്ലെന്ന ആശ്വാസത്തിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.